പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനം മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പനയുമായി ബന്ധപ്പെട്ട് നിയമാവർത്തനം 5:16 ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദീർഘായുസ് ഉണ്ടാകാൻ, ആയുസ്സോടുകൂടി ഭൂമിയിൽ ജീവിക്കാൻ ദൈവവചനം തരുന്ന ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. രണ്ടാമത്തെ വാഗ്ദാനം, നീ വസിക്കുന്ന ഇടത്ത് നിനക്ക് നന്മയുണ്ടാകാൻ വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒത്തിരി കണ്ണുനീര് വീഴുന്ന ഒരു സാഹചര്യം മാതാപിതാക്കളുടെ തിരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. മാതാപിതാക്കളെ ഹൃദയം തുറന്ന് വിശാല മനസ്സോടെ കാണാനും സ്നേഹിക്കാനും പറ്റുന്ന മനുഷ്യരുടെ എണ്ണം ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഞാൻ ഒരു മനുഷ്യനെ ഓർമ്മിക്കുന്നുണ്ട്. വളരെ 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 ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന കുറെ മനുഷ്യരുടെ കൂടെ കുറെ കാലം താമസിച്ച ഒരു സമയത്ത് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ലോട്ടറി കച്ചവടം രാവിലെ മുതൽ ഉച്ചവരെ ലോട്ടറിയും കൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങി ലോട്ടറി കച്ചവടം നടത്തി അങ്ങനെ വീട്ടുചെലവ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പാവ മനുഷ്യൻ. ഒത്തിരി മനുഷ്യരെ കണ്ടു മടങ്ങിയിട്ടും ഈ ഒരു മനുഷ്യന്റെ മുഖം മായാതെ മനസ്സിൽ നിൽക്കുന്നത് അയാളുടെ ജീവിതത്തിലെ ഒരൊറ്റ കാര്യം കൊണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. ഈ മനുഷ്യൻ ഒരു 10-30 വർഷം മുമ്പേ, വളരെ ചെറുപ്പമായിരുന്ന സമയത്ത്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഭാര്യ മരിച്ചുപോയ ഒരാളാണിത്. ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ എന്തുകൊണ്ട് പിന്നീട് കല്യാണം കഴിച്ചിട്ടില്ല? വളരെ ചെറുപ്പമായിരുന്നപ്പോഴേ ഭാര്യ മരിച്ചുപോയി. ഭാര്യയെ പരിചരിച്ച് ഭാര്യയുടെ മരണത്തിന് കൂട്ടുനിന്ന ഈ മനുഷ്യൻ പിന്നീട് അയാളുടെ ഒരു നല്ല കാലം മുഴുവൻ അയാൾക്ക് പിന്നീടൊരു ദാമ്പത്യത്തിനും വിവാഹ ജീവിതത്തിനും സാധ്യതയുണ്ടായിരുന്നിട്ടും അയാൾ അത് ഉപയോഗിച്ചിട്ടുമില്ല. അയാളൊരു കല്യാണം കഴിച്ചിട്ടുമില്ല. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ചേട്ടൻ കല്യാണം കഴിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യനൊരു 10-65 വയസ്സ് പ്രായമുണ്ട്. ഞാൻ കാണുന്നത് ആ വീട്ടിൽ അവശേഷിക്കുന്ന ഒരംഗം കൂടിയുള്ളത് ഇയാളുടെ അമ്മയാണ്. അമ്മ മരണക്കിടക്കയിലാണ്. ഈ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, അനേക വർഷങ്ങളായി അമ്മ ഈ അവസ്ഥയിലാണ്. എന്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് ആ സമയം മുതലേ എന്റെ അമ്മ വയ്യാത്തൊരവസ്ഥയിലാണ്. പൂർണ്ണമായിട്ടും കിടക്കയിലായിട്ട് കുറച്ചു കാലേ ആവുന്നുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മയെ നോക്കാൻ പൂർണ്ണമായിട്ടും ഒരാൾ വേണം എന്നുള്ളൊരു സാഹചര്യത്തിലായിരുന്നു അമ്മ അന്ന് മുതലേ. അയാൾ ഇങ്ങനെ പറയുന്നു, ഭാര്യ മരിച്ചതിന് ശേഷം പിന്നീടൊരു ദാമ്പത്യത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അമ്മയെ ശുശ്രൂഷിക്കാനും അമ്മയ്ക്ക് ശ്രദ്ധ കൊടുക്കാനും എനിക്ക് സാഹചര്യങ്ങൾ കുറഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ടാണെന്ന്. കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പിന്നീട് ഓർക്കുന്നുണ്ട്, മനുഷ്യൻ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഒരു വല്ലാത്തൊരു തരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നടന്നു പോകുന്ന അയാളെ ഞാൻ ഓർത്തിട്ടുണ്ട്. അമ്മയുടെ വേർപാട് താങ്ങാൻ പറ്റാതെ ആ ദിവസങ്ങളിൽ വല്ലാതെ ഉലഞ്ഞു പോയ ഒരു മനുഷ്യനെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന ചില മനുഷ്യര്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വീണ്ടും പൗലോസ് ഈ വചനത്തെ മറ്റൊരു രീതിയിൽ, ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പൗലോസിന്റേതായ ഭാഷയിൽ വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വീണ്ടും വിവരിക്കുന്നുണ്ട്. കുട്ടികളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ന്യായയുക്തമാണ്, അത് നീതിയാണ്. കാരണം നല്ലൊരു കാലം വരെ ചില മനുഷ്യർ അവരുടെ സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിന്റെ ആനന്ദങ്ങളും നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തി കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതവും ജീവനും മുഴുവൻ ചേർത്ത് വെച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ചിട്ട് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ വരുമ്പോൾ ഈ സ്നേഹിക്കപ്പെടുന്നവരാൽ, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ വേദന
തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാവണം കർത്താവ് പറയുന്നത് ന്യായയുക്തമാണ്, ന്യായമാണത്, യുക്തമാണത്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും, പൗലോസ് വീണ്ടും നിയമാവർത്തനത്തിലെ വചനം ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. നിയമാവർത്തനത്തിൽ, പഴയ നിയമത്തിൽ കർത്താവ് ചൂണ്ടിക്കാണിച്ച അതേ കാര്യങ്ങൾ, 2 കാര്യങ്ങൾ പൗലോസും എടുത്തു പറയുന്നു. 1, നിനക്ക് നന്മ കൈവരാനും, 2, നീ ജീവിക്കുന്ന ഭൂമിയിൽ ദീർഘായുസോടുകൂടി ജീവിക്കുന്നതിനും വേണ്ടി നീ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ്. അതായത് ഈ കൽപ്പനയോടുകൂടി ദൈവം ഒരു വാഗ്ദാനം അറ്റാച്ച് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഈ 2 വാഗ്ദാനങ്ങൾ ദൈവം തരികയാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. വളരെ വിശദമായിട്ട് ദൈവത്തിന്റെ വചനം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ ഏതാണ്ട് കുറേയധികം എണ്ണിയെടുക്കാവുന്ന തരത്തിൽ കുറേയധികം അനുഗ്രഹങ്ങൾ, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്ന മക്കൾക്ക് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്ന ഒരുപിടി അനുഗ്രഹങ്ങൾ. പിന്നീട് അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്ത മനുഷ്യർക്ക് ദൈവം കൊടുക്കുമെന്ന് പറയുന്ന ചില ശിക്ഷകൾ, അല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവരുടെ മേൽ വന്നു പതിക്കുന്ന ന്യായമായ ചില ശിക്ഷകൾ, ശാപങ്ങൾ, അതിനെപ്പറ്റിയും ഈ ഭാഗത്ത് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതാണ് നമുക്ക് എണ്ണിയെടുക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അപ്പോൾ ഒരു വ്യക്തി തന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുമ്പോൾ എന്തെല്ലാം ബലഹീനതകളും കുറവുകളുമുള്ള പോരായ്മകളുള്ള മനുഷ്യരാണ് അവരെങ്കിലും ഒരു വ്യക്തി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യുന്നത് കർത്താവിന്റെ ഒരാഗ്രഹം പൂർത്തിയാക്കുകയാണ്. എന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ ഒരാഗ്രഹം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം അത് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ ചൂണ്ടിക്കാണിച്ച വചനഭാഗം പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, ഇത് അനേകം പാപങ്ങൾക്കുള്ള വലിയ പ്രായശ്ചിത്തമാണ്. ഒരാൾ സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്നേഹത്തോടെയും പരിഗണനയോടെയും സമീപിക്കുമ്പോൾ അയാൾ തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, മാതാവിനെ ബഹുമാനിക്കുന്നവൻ വലിയ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. കാലങ്ങൾക്കപ്പുറത്തേക്ക് തന്റെ ജീവിതത്തിനു വേണ്ടി സമ്പത്ത് കൂട്ടിവെക്കുന്നതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരാൾക്ക് നടത്താൻ പറ്റുന്നത് അയാളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചുകൊണ്ടാണ്. നോക്കുക, ഒരു ചെറിയ കാര്യമല്ലിത്. ഓരോ ദിവസവും കോപിക്കുന്ന അപ്പനോട്, ശകാരിക്കുന്ന അമ്മയോട്, പലപ്പോഴും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മക്കളോട് പെരുമാറുന്ന മാതാപിതാക്കളോട്, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്ന മാതാപിതാക്കളോട് ഓരോ ദിവസവും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തിക്ക് പെരുമാറാൻ കഴിയുന്നു എന്നുള്ളത് വലിയ നിക്ഷേപമാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. തീർച്ചയായിട്ടും എവിടെയൊക്കെയോ ഒരു പോയറ്റിക് ജസ്റ്റിസ്, ഒരു കാവ്യനീതി കിടപ്പില്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാളെ നമുക്ക് തിരികെ കിട്ടും എന്ന വളരെ ന്യായമായ ഒരു നിയമം ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അടുത്തതായിട്ട്, അഞ്ചാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ബൈബിളിൽ ഉടനീളം ആവർത്തിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, രക്ഷിക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതുപോലെ എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി വെച്ചിരിക്കുന്നു. നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തത് കൊണ്ടാണ്. ഈ അകൃത്യം ഗൗരവമുള്ളൊരു അകൃത്യമാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതിരിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ആറാമതായിട്ട് ഈ ഭാഗത്ത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ദീർഘകാലം ജീവിക്കും എന്നുള്ളതാണ്. നിയമാവർത്തനത്തിൽ നമ്മൾ മുമ്പ് പരാമർശിച്ച ഒരു വാഗ്ദാനം തന്നെയാണത്, ദീർഘായുസ്. ഏഴാമതായിട്ട്, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുന്നു.
നമ്മുടെ ഭവനത്തിന് ബലം കൂടുന്നത്, ശക്തി കൂടുന്നത്, അടിത്തറ സ്ട്രോങ് ആവുന്നത് മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം കൊണ്ടാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. 8ാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ അല്ലെങ്കിൽ അവൾ മഹത്വം ആർജിക്കുന്നു. ഭൂമി വെച്ച് നീട്ടുന്ന മറ്റു ഒരു മഹത്വവുമല്ല മാതാവിനെയും പിതാവിനെയും അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവന്റെ മേൽ ദൈവം കൊടുക്കുന്ന ഒരു മഹത്വം. 9ാമതായിട്ട് കഷ്ടതയുടെ നാളുകളിൽ അവന്റെ മേൽ കാരുണ്യമുണ്ടാവുന്നു. മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ മേൽ കരുണ ചൊരിയപ്പെടുന്നതിന് വലിയ നിക്ഷേപമായിട്ട് മാറും. ഇത്രയും ഏതാണ്ട് 9ഓളം വാഗ്ദാനങ്ങൾ ഈ ഭാഗത്ത് നൽകിയിട്ട് ദൈവത്തിന്റെ വചനം ഇനി ചില എണ്ണിയെടുക്കാവുന്ന ശാപങ്ങൾ കൂടി ഈ ഭാഗത്ത് എഴുതി വെക്കുന്നുണ്ട്. അപ്പനെയോ അമ്മയെയോ ബഹുമാനിക്കാത്തവന്റെ മേൽ എന്ത് സംഭവിക്കും? 1ാമതായിട്ട് പറയുന്നത്, അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ ശാപം, അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും നഷ്ടബോധത്തിന്റെ തീവ്രമായ നിലവിളികൾ തീർച്ചയായും മക്കളുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, മാതാപിതാക്കളെ അനാദരിക്കുന്നവൻ, പിതാവിനെ അനാദരിക്കുന്നവൻ അപകീർത്തിക്ക് ഇരയാവും. 1, കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്നു. 2, അപകീർത്തിക്ക് ഇരയാവുന്നു. 3ാമതായിട്ട് ഈ ഭാഗം ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇത് ദൈവദൂഷണത്തിന് തുല്യമാണ്. അപ്പനെയോ അമ്മയോ നിരസിക്കുന്നത് ദൈവത്തെ നിഷേധിക്കുന്നതിനും ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നതിനും ദൈവദൂഷണം ചെയ്യുന്നതിനും തുല്യമാണ്. 4ാമതായിട്ട് അവന് കർത്താവിന്റെ ശാപം ഏൽക്കുന്നു. വളരെ കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച് ബൈബിള് പറയുന്ന ചില ശാപങ്ങളുണ്ട് മാതാപിതാക്കളെ അനുസരിക്കാത്തവരുമായി ബന്ധപ്പെട്ടിട്ട്. സുഭാഷിതങ്ങൾ പുസ്തകം 20ാം അധ്യായം 20ാം തിരുവചനം, സുഭാഷിതം 20:20, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഇരുട്ട് കട്ടിപിടിച്ച് ഒരു സന്ധ്യയിൽ നിന്ന് വരണ്ട പാതിരാവിലേക്ക് നീങ്ങുന്ന അത്രയും കട്ടിപിടിച്ച അന്ധകാരം ചുറ്റിനും കൂടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. 4 ചുറ്റിനും ഇരുള് പരക്കുന്ന ഒരു ജീവിതം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവശേഷിക്കുന്നത് വളരെ 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 തുച്ഛമായ ചില വെളിച്ചത്തിന്റെ തുരുത്തുകളാണ്. ചില നന്മയുടെ, ചില പ്രാർത്ഥനയുടെ, ചില അനുഗ്രഹത്തിന്റെ, ചില കാരുണ്യത്തിന്റെ അവശേഷിക്കുന്ന ചില വെളിച്ചങ്ങൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മയെയും അപ്പനെയും അനാദരിക്കുന്നവന്റെ, പ്രാകുന്നവന്റെ, ശപിക്കുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 19ാം അധ്യായം 26ാം തിരുവചനം വീണ്ടും ആവർത്തിക്കുന്നു, പിതാവിനോട് അതിക്രമം കാണിക്കുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. പിതാവിനോട് അതിക്രമം കാണിക്കുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. വളരെ വളരെ കഠിന പദങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ദൈവത്തിന്റെ വചനം പറയും. സുഭാഷിതങ്ങളുടെ പുസ്തകം 30ാം അധ്യായം 17ാം തിരുവചനം, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ദാരുണമായ ചില ദുരിതങ്ങളെപ്പറ്റി ബൈബിൾ സൂചിപ്പിക്കുകയാണ്. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപ്പനെയും അമ്മയെയും സ്നേഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് ന്യായയുക്തമാണ്. നമുക്കറിയാം എത്ര കാലം ഏതൊക്കെ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ടാവുമെന്ന്, കൂട്ടിനുണ്ടാവുമെന്ന് ഇപ്പോൾ കൃത്യമായി നമുക്ക് പറയാനാവുമോ? ഒരു വീട്ടിൽ 5 പേർ രാത്രിയിൽ വിളക്കണച്ച് ഉറങ്ങാൻ പോവുകയും അതിൽ 4 പേർ മാത്രം ഉണരുകയും 5ാമത്തെയാൾ ഉണരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടത്തിലുണ്ടായിരുന്നവർ പാതി വഴിക്ക് ഒരു വാക്ക് പോലും പറയാതെ, ഒരു പിൻവിളിക്കും കാതോർക്കാതെ തിരികെ മടങ്ങുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അമ്മ കാലഹരണപ്പെട്ടു പോയിട്ട്, അമ്മ കാലത്തിന് അതീതമായി മാറിയിട്ട്, അപ്പന്റെ മരണത്തിന് ശേഷം അപ്പനില്ലാതെയായിട്ട്, അപ്പനെ സ്നേഹിച്ചിരുന്നില്ല, അമ്മയെ സ്നേഹിച്ചിരുന്നില്ല, അമ്മയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് നിലവിളിക്കുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് എന്റെ മനസ്സിലുണ്ട്. അവനിങ്ങനെ പറയുന്നു, ജോലിയില്ലാതിരുന്ന കാലത്ത് അപ്പനുണ്ടായിരുന്നു. എന്നാൽ ജോലി ഉണ്ടാവുകയും
അപ്പന് കൊടുക്കാൻ മാത്രം വരുമാനം കയ്യിലുണ്ടാവുകയും ചെയ്തപ്പോൾ അപ്പൻ ഇല്ലാതെയായി. അവന്റെ കണ്ണുനീര് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അപ്പന് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുലരിമഞ്ഞ് അപ്രത്യക്ഷമാവുന്നത് പോലെ പ്രിയപ്പെട്ടവര് കൈവിട്ടു പോകുന്നു. വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം ഊർന്നു പോകുന്നത് പോലെ കൂടെ കൂടെ നടക്കുന്ന മനുഷ്യര് കാണെ അപ്രത്യക്ഷരായി മാറുന്നു. കൂടെയുണ്ടായിരുന്ന മനുഷ്യര് നാളെ നമ്മളുടെ കൂടെ ഉണ്ടാവാതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂടെയുള്ളവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, അവരുടെ വില മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുമോ? മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവന്റെ മേൽ ദൈവം വെച്ചു നീട്ടുന്ന 100 കണക്കിന് വാഗ്ദാനങ്ങളെപ്പറ്റി ദൈവത്തിന്റെ വചനം പറഞ്ഞു തരികയാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് ബലവത്താക്കപ്പെട്ട, പണിതുയർത്തപ്പെട്ട കുടുംബങ്ങളും ഭവനങ്ങളുമായി നമ്മുടെ കൂട്ടായ്മകൾ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കണം. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്ത മനുഷ്യരുടെ അനേകം ഉദാഹരണങ്ങൾ 4 ചുറ്റിനും ഇരുള് പടർത്തുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അമ്മയെയും അപ്പനെയും മാതാപിതാക്കളെ ഒരു ഗൗരവമില്ലാതെ കാണുന്ന മനുഷ്യര്, ഒരു ഗൗരവമില്ലാതെ സമീപിക്കുന്ന മനുഷ്യര്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിന്റെ മേൽ അനുഗ്രഹത്തിന്റെ മഴ പെയ്യുന്നത് ഈ അപ്പനിലൂടെയാണ്, അമ്മയിലൂടെയാണ്. ടാങ്കിൽ നിന്ന് വെള്ളം ഒഴുകി വരാൻ പൈപ്പ് ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വലിയ ഒരു മഹാനുഗ്രഹം നിന്റെ മേൽ ഒഴുകി വരുന്നത് ഈ അപ്പനും അമ്മയും എന്ന ഈ പൈപ്പിലൂടെയാണ്. ഇത് മുറിഞ്ഞു പോയാൽ, ഇത് അടഞ്ഞു പോയാൽ, ഇതിനകത്ത് ബ്ലോക്ക് വന്നാൽ ഈ അനുഗ്രഹത്തിന്റെ ജലം നിനക്കെങ്ങനെ കിട്ടും? അപ്പനിലൂടെയാണ്, അമ്മയിലൂടെയാണ് ഒരു കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നത്. അവളുടെ ശിരസിന്റെ മീതെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന്റെ കരം വെക്കപ്പെടാതെ പോയാൽ ആ കുട്ടി വല്ലാതെ അരക്ഷിതയോ ആയി പോവുകയില്ലേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പന്റെയും അമ്മയുടെയും വില തിരിച്ചറിയാനും അവരെ സ്നേഹിക്കാനും പ്രാർത്ഥനയോടെ അവരെ സമീപിക്കാനും ഉതകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ആത്മീയ പരിസരങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. കൂടെയുള്ള കാലത്ത് അവരെ തിരിച്ചറിയാനും സ്നേഹിക്കാനും പരിഗണിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഉതകുന്ന ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ. കർത്താവായ ഈശോയെ, അനന്തമായ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ കുടുംബമാക്കി നീ രൂപപ്പെടുത്തി. അപ്പനെയും അമ്മയെയും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നീ തന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി നീ തന്ന മാതാപിതാക്കളെ നീ ആഗ്രഹിക്കുന്നത് പോലെ, നിന്റെ ഇഷ്ടം പോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരിഗണിക്കാനും നന്മ ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉതകുന്ന ആത്മീയ അന്തരീക്ഷം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.